CPM കേരളത്തിൽ ധ്രുവീകരണ രാഷ്ട്രീയം നടത്തുകയാണെന്ന് NK പ്രേമചന്ദ്രൻ MP. മതന്യൂനപക്ഷ വിഭാഗത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. എളമരം കരീമിനെ മുന്നിൽ നിർത്തി പ്രത്യാക്രമണത്തിന് നേതൃത്വം നൽകുന്നത് ഇതിന് ഉദാഹരണമാണ്. ഹീനമായ രാഷ്ട്രീയ തന്ത്രമാണ് CPM-ന്റേതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, ഈ പ്രധാനമന്ത്രിയുടെ സൽക്കാരത്തിൽ NK പ്രേമചന്ദ്രൻ പങ്കെടുത്തത് വലിയ രീതിയിലുള്ള വിമർശനമാണ് CPM-ന്റെ ഭാഗത്തു നിന്നുമുണ്ടായത്. എളമരം കരീം നിശിതമായ ഭാഷയിലാണ് ഈ NK പ്രേമചന്ദ്രൻ്റെ നിലപാടിനെ വിമർശിച്ചത്. ഇതിനുള്ള കൃത്യമായ വ്യക്തമായ മറുപടി തന്നെയാണ് കഴിഞ്ഞ ദിവസവും NK പ്രേമചന്ദ്രൻ നൽകിയത്. ഇപ്പോൾ CPM-നെ കടന്നാക്രമിച്ചിരിക്കുകയാണ് NK പ്രേമചന്ദ്രൻ. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കിയത്? പ്രധാനമന്ത്രിയോടൊപ്പം അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം സൗഹൃദ വിരുന്നിൽ പങ്കെടുത്തത് വില കുറഞ്ഞ രാഷ്ട്രീയ നേട്ടത്തിനായി CPM ഉപയോഗിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി CPM-നെതിരെ രൂക്ഷ വിമർശനമാണ് NK പ്രേമചന്ദ്രൻ MP നടത്തിയിരിക്കുന്നത്. CPM കേരളത്തിൽ നിലവാരം കുറഞ്ഞ രാഷ്ട്രീയം നടത്തുകയാണ്. കേരളത്തിൽ ധ്രുവീകരണ രാഷ്ട്രീയമാണ് CPM-ന്റെ ലക്ഷ്യം. മതന്യൂനപക്ഷ വിഭാഗത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമം CPM നടത്തുന്നു. മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉത്കണ്ഠയും ആശങ്കയും ഉണ്ടാക്കി അത് രാഷ്ട്രീയ മുതലെടുപ്പാക്കി മാറ്റാനുള്ള ശ്രമമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ സാമുദായിക ധ്രുവീകരണത്തിനും വർഗീയതയ്ക്കും വളമിടുന്നത് CPM-ആണ്. ഹീനമായ രാഷ്ട്രീയ തന്ത്രമാണ് CPM പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഹീനമായ രാഷ്ട്രീയ തന്ത്രം പയറ്റി അത് വോട്ടാക്കി മാറ്റുന്നത് CPM മുൻപും നേരത്തെയും നടത്തിയിട്ടുള്ള ശ്രമങ്ങളാണ്. അതിന്റെ ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, കഴിഞ്ഞ തവണ ലോക്സഭാ ഇലക്ഷന്റെ സമയത്തും തൊട്ട് മുൻപായിട്ട് കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി എത്തിയതും അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ CPM ഉണ്ടാക്കിയതെല്ലാം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അന്ന് അദ്ദേഹത്തിനെതിരെ രാഷ്ട്രീയമായിട്ടുള്ള വിരോധം തീർക്കുന്നതിന് വേണ്ടി CPM-ന്റെ നേതാക്കൾ കൊല്ലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ അദ്ദേഹത്തിനെതിരെ മിഥുൻ മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടതുപക്ഷത്തിൻ്റെ നീക്കത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് NK പ്രേമചന്ദ്രൻ്റെ ഭാഗത്തിനുമുണ്ടായത്. മിഥുൻ മുരളിയാണ് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ നൽകിയത്.